നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട ജൻസി പ്രക്ഷോഭത്തിൽ 19 യുവാക്കളാണ് കൊല്ലപ്പെട്ടത്. 400ഓളം പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. എന്താണ് നേപ്പാളിൽ സംഭവിക്കുന്നത്? പാർലമെന്റ് വരെ കയ്യേറാൻ നേപ്പാളിലെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നേപ്പാൾ സർക്കാർ 26ഓളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂട്ടത്തോടെ നിരോധിച്ചതിനെ തുടർന്നാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അണിനിരന്ന ജൻസി പ്രക്ഷോഭം ആളിപ്പടർന്നത്. നേപ്പാളിലെ തെരുവുകളിൽ വെടിയൊച്ചകൾ മുഴങ്ങിത്തുടങ്ങി. മൊബൈലും ഇന്റർനെറ്റും വ്യാപകമായതോടെ ഏതു നേരവും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന അലസരായ തലമുറ എന്ന് പഴികേട്ടിരുന്ന ജൻസികളാണ് തെരുവിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്. ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധമാണ് നേപ്പാളിൽ സ്കൂൾ കോളേജ് യൂണിഫോമുകളിൽ പതിനായിരങ്ങൾ അധികാരികളുടെ തോക്കിൻ മുനയിലേക്ക് പാഞ്ഞെടുക്കുന്നത്. ഒരു രാജ്യത്തെ സൈന്യമാണ് അവിടുത്തെ യുവതയെ നേരിടുന്നത്. ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സ് തുടങ്ങിയ 26ഓളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നേപ്പാൾ സർക്കാർ ബാൻ ചെയ്തിരിക്കുന്നത്. യുവജനങ്ങൾക്കിടയിൽ ഏറെ പ്രചാരമുള്ള ഇൻസ്റ്റാഗ്രാം പോലുള്ള ജനപ്രിയ ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് പുതുതലമുറയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ നിരോധനം നടത്തുന്നതിന് പിന്നിലെ ലക്ഷ്യം സർക്കാരിന്റെ അഴിമതിയും ദുർഭരണവും മറച്ചുവെക്കലാണെന്ന് ആരോപിച്ചാണ് ചെറുപ്പക്കാർ തെരുവിലിറങ്ങിയത്. നിലവിൽ നേപ്പാളിൽ രാഷ്ട്രീയ സ്ഥിരത കൈവന്നതോടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യം വളർന്നിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് ചില തടസ്സങ്ങളൊക്കെയുണ്ട്. 2023 ഓഗസ്റ്റിലാണ് നേപ്പാളിൽ പുതിയ സൈബർ സുരക്ഷാ നയം രൂപീകരിക്കുന്നത്. അന്ന് തന്നെ നിരീക്ഷകർ ഇതിനെ വൻതോതിൽ വിമർശിച്ചിരുന്നു. പുതിയ നയവ്യവസ്ഥകൾ ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ ഡേറ്റയിൽ സർക്കാരിന് കൂടുതൽ നിയന്ത്രണം സാധ്യമാകും എന്നതായിരുന്നു വിമർശകർ ഉയർത്തിയ വാദം. 2015 ഭരണഘടന ഒരു സ്വതന്ത്ര ജുഡീഷ്യറിക്ക് വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിലും നേപ്പാളിലെ നീതിന്യായ വ്യവസ്ഥ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്. പ്രാദേശിക കോടതി വിധികളും സുപ്രീം കോടതി തീരുമാനങ്ങളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശകളും പല ഘട്ടങ്ങളിലും അവഗണിക്കുന്ന ചരിത്രമാണ് നേപ്പാളിൻ്റേത്. ഐക്യരാഷ്ട്രസഭയും സുപ്രീം കോടതിയും ആവശ്യപ്പെട്ട പല പരിഷ്കാരങ്ങളും സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കുറ്റവാളികളെയൊന്നും ഇതുവരെ പ്രോസിക്യൂട്ട് പോലും ചെയ്തിട്ടില്ല. 2023 ജൂണിൽ സ്വവർഗ ദമ്പതികൾക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകുന്ന ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. എന്നിരുന്നാലും LGBTQ ആളുകൾ ഇപ്പോഴും അധികാരികളിൽ നിന്നും മറ്റു പൗരന്മാരിൽ നിന്നും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കടുത്ത പീഡനം നേരിടുന്ന അവസ്ഥയാണ്. നേപ്പാളിലെ മിക്ക തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ് തൊഴിലെടുക്കുന്നത്. മിക്ക സ്ത്രീകൾക്കും അവരുടെ ജോലിക്ക് വേതനം ലഭിക്കുന്നില്ല. ബാലവേല ഒരു പ്രശ്നമായി തുടരുകയാണ്. ഇഷ്ടിയക്കളങ്ങളിലും മറ്റും നമുക്ക് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇപ്പോഴും കണ്ടെത്താനാവും. നിർബന്ധിത ഭിക്ഷാടനം, ലൈംഗിക തൊഴിൽ എന്നിവയിലും കുട്ടികളെ കണ്ടെത്താൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക്കുകളിൽ ഒന്നാണ് നേപ്പാൾ. 2008 മെയ് 28 നേപ്പാൾ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതോടെ 240 വർഷം പഴക്കമുള്ള രാജവംശവും രാജപ്രതാപവും ചരിത്രമായി മാറി. 1990കളുടെ തുടക്കം മുതൽ നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും പരസ്പരം പ്രധാന എതിരാളികളാണ്. ജനാധിപത്യം നിലനിൽക്കെ നേപ്പാളിൽ അഴിമതി വ്യാപകമായിരിക്കുകയാണ്. 2023 മെയ് മാസത്തിൽ മുൻ ആഭ്യന്തര സെക്രട്ടറി ടെക് നാരായണൻ പാണ്ഡെ, മുൻ ഊർജ്ജമന്ത്രി തോപ്പെ ബഹാദൂർ റായമാജി എന്നിവർക്കെതിരെ അഴിമതി അന്വേഷണവുമായി ബന്ധപ്പെട്ട കുറ്റം ചുമത്തിയിരുന്നു. സർക്കാർ പൊതുവെ അവ്യക്തമായാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം പബ്ലിക്കിനിടയിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഭരണകൂടം ഒരു ജൻസി പ്രക്ഷോഭത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 4 KP ഒലി സർക്കാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, റെഡിറ്റ്, എക്സ് തുടങ്ങിയ ജനപ്രിയ പ്ലാറ്റ്ഫോമുകൾക്ക് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയത്. ഈ കമ്പനികൾ നേപ്പാളിൽ ഓഫീസുകൾ സ്ഥാപിച്ച് സർക്കാർ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്താലേ നിരോധനം നീക്കുമെന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ സമൂഹ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് നേപ്പാളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അവരുടെ ദുരുപയോഗം തടയുന്നതിനുള്ള സംവിധാനങ്ങൾ നടപ്പാക്കുകയും ചെയ്തെങ്കിലേ രാജ്യത്ത് തുടർന്ന് പ്രവർത്തിക്കാൻ അനുവാദമുണ്ടാകുമെന്നും സർക്കാർ വിശദീകരിച്ചിരുന്നു. ഇതിനിടെ നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ നേതാവും പ്രതിപക്ഷ നേതാവുമായ പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡ ജൻസി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നേപ്പാളിലെ മാത്രം പ്രശ്നമായി കാണാനാവില്ല. കുറേയേറെ രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയ ബാൻഡാണ്. ചൈനയിലും റഷ്യയിലും സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുകയാണ്. ചൈനയിൽ പാശ്ചാത്യ സോഷ്യൽ മീഡിയകൾ ഒന്നും തന്നെയില്ല. അവിടെ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ചില സോഷ്യൽ മീഡിയകളാണ് നിലവിലുള്ളത്. അതുതന്നെയാണ് റഷ്യയിലെ അവസ്ഥയും. റഷ്യൻ ഭാഷയിലുള്ള സർക്കാർ നിയന്ത്രിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ മാത്രം. 20ഓളം രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ നിരോധിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇത്രത്തോളം സജീവമാകുന്നത് 2009-2010 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ സർക്കാരുകൾ ഇതേപ്പറ്റിയൊന്നും ഇത്രത്തോളം ആഴത്തിൽ ചിന്തിച്ചിരുന്നില്ല. 2011 മുല്ലപ്പൂ വിപ്ലവം നടന്നതിനോടനുബന്ധിച്ചാണ് ഭരണതലത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചർച്ചയാകുന്നത്. പശ്ചിമേഷ്യയിൽ ടുണീഷ്യയിലാണ് മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ തുടക്കം. ടുണീഷ്യയിൽ നിന്നും ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്നും ലിബിയയിലേക്ക്, ലിബിയയിൽ നിന്നും ബഹ്റിനിൽ, പിന്നെ ഇറാനിൽ വന്നു, യമനിൽ വന്നു. ഇതിൻ്റെ മുഴുവൻ ആഹ്വാനങ്ങളും കോർഡിനേഷനും നടന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം പൊതുവെ സ്വേച്ഛാധിപത്യ രീതികളുള്ള രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയ പേടി സ്വപ്നമായി തുടങ്ങി.
ജനങ്ങൾ സോഷ്യൽ മീഡിയ വഴി സമരങ്ങൾ ആഹ്വാനം ചെയ്യുന്നു, പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ഈജിപ്തിലെ തഹ്രീർ സ്ക്വയർ ഇതിനൊരു ഉദാഹരണമാണ്. അവിടെയാണ് വിപ്ലവങ്ങൾ ആരംഭിച്ചത്. അമേരിക്കയിൽ ടിക്ടോക്ക് നിയന്ത്രിച്ച രീതി നോക്കുക. അവർക്ക് ചൈനയെ ഭയമാണ്, ഡേറ്റ ചോർത്തുമോ എന്ന ഭയം. അതുകൊണ്ട് ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള ഭയം. ഇപ്പം നേപ്പാളിലെ കാര്യമെടുത്താലും കാര്യം ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും ഒരുതരം സ്വേച്ഛാധിപത്യ ടെൻഡൻസിയുള്ള രാജ്യമാണ് നേപ്പാൾ. ഏഷ്യയിൽ ഇത്തരം സ്വേച്ഛാധിപത്യ ടെൻഡൻസിയുള്ള രാജ്യങ്ങളിൽ പൊതുവെ ഭരണകൂടത്തിന് സോഷ്യൽ മീഡിയ ഭയമാണ്. ജനങ്ങൾ അവർക്കെതിരെ ഒന്നിക്കുമോ, സമരം ചെയ്യുമോ എന്നൊക്കെയുള്ള പേടികൾ. അതേസമയം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഡേറ്റ ചോർത്തൽ ഭയമാണ് അവരെ നടപടികൾക്ക് പ്രേരിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും ചൈനീസ് ആപ്പുകളുടെ കാര്യത്തിൽ. എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇലക്ഷൻ സമയത്ത് സോഷ്യൽ മീഡിയ വഴി വിവിധ തരത്തിലുള്ള മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. 2016 ഇലക്ഷനിൽ ട്രംപിനെ ജയിപ്പിക്കാൻ റഷ്യൻ സ്പൈകൾ മില്യൺ കണക്കിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തുവെന്നും അതുവഴി ട്രംപിന് വിജയസാധ്യത ഒരുക്കിയെന്നും ആരോപണം നിലവിലുണ്ട്. അത്തരത്തിൽ ജനാധിപത്യ രീതികൾക്കും സോഷ്യൽ മീഡിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഒരേ സമയം ജനാധിപത്യ രീതികൾക്കും സ്വേച്ഛാധിപത്യ അനുഭാവികൾക്കും സോഷ്യൽ മീഡിയ കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ എക്സ് പ്ലാറ്റ്ഫോം എലോൺ മസ്ക് ട്രംപിന് വേണ്ടി ഉപയോഗിച്ച രീതി ഏറെ വിമർശനം ഉയർത്തിയിരുന്നു. 2020 സിംഗപ്പൂർ ഇലക്ഷൻ നടന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ആഹ്വാനം ഉണ്ടായി. അതായത് മുസ്ലിം വോട്ടർമാർ എല്ലാ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം. സിംഗപ്പൂരൊക്കെ മതപരമായിട്ട് തീരെ ചിന്തിക്കാത്ത ഒരു രാജ്യമാണ്, ഏറെ പുരോഗമനമുള്ള ഒരു രാജ്യം. അത്തരമൊരു ആഹ്വാനം ആ രാജ്യത്തെ വലിയ പ്രശ്നങ്ങളിലാണ് കൊണ്ട് ചെന്നെത്തിച്ചത്. സിംഗപ്പൂരിൽ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും ഉണ്ട്. മതപരമായ ഇത്തരം വെല്ലുവിളികൾ ആ സൊസൈറ്റിയിൽ പെട്ടെന്നൊരു വിവേചനമുണ്ടാക്കി. രാഷ്ട്രീയമായി ഏറെ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് സോഷ്യൽ മീഡിയ. പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തെ ഭയക്കുന്ന സർക്കാരുകൾ സോഷ്യൽ മീഡിയയും ഭയക്കുന്നു. ഓട്ടോമേറ്റഡ് അൽഗോരിതമുള്ള സർക്കാർ നിയന്ത്രിത സോഷ്യൽ മീഡിയകളാണ് അത്തരം രാജ്യങ്ങളിലുള്ളത്. സർക്കാരിനെതിരെ എന്തെങ്കിലും എഴുതിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായി അത് ഡിലീറ്റ് ആയി പോകും. കൊള്ളാം, നല്ല പരിപാടിയാണ്, പൊതുജനമെന്ന് കരുതിയ പിന്നെ പേടിക്കേണ്ടതില്ലല്ലോ. എല്ലാ സോഷ്യൽ മീഡിയയുടെ ആസ്ഥാനം അമേരിക്കയാണല്ലോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, എക്സ് തുടങ്ങിയ അമേരിക്കയുടെ സെക്യൂരിറ്റി ഏജൻസി ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുകയും അമേരിക്കയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വെനിസ്വേല പോലുള്ള രാജ്യങ്ങൾ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ഒരു പരിധി വരെ അതൊക്കെ ശരിയാവാം എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ചുറ്റുമുണ്ട് താനും. സർക്കാർ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. സൈബർ അറ്റാക്കിന് വളരെ എളുപ്പമാണ്. ജനാധിപത്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുമെങ്കിലും അതുപയോഗിച്ച് വളരെ സിമ്പിളായി ഒരാളെ പറ്റിക്കാൻ നമുക്ക് എളുപ്പമാണ്. ക്രൈമിൻ്റെ പെർഫെക്റ്റ് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് വേണമെങ്കിലും പറയാം. ലോ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിന് സോഷ്യൽ മീഡിയ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട മറുവശം. പല അന്വേഷണങ്ങളോടും സോഷ്യൽ മീഡിയ കമ്പനികൾ സഹകരിക്കാറില്ല. ഉദാഹരണത്തിന് കംബോഡിയ പോലുള്ള രാജ്യങ്ങൾ ഇന്റർപോൾ പോലുള്ള സംവിധാനങ്ങളോട് യാതൊരു വിധത്തിലും സഹകരിക്കില്ല. സോഷ്യൽ മീഡിയയ്ക്ക് ഓരോ രാജ്യത്തും ഓരോ പോളിസിയാണ്. ഇന്ത്യയിലെ നിയമമല്ല അവർക്ക് അമേരിക്കയിൽ, അതല്ല വിയറ്റ്നാമിൽ. സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ ഭരണകൂട ഭീകരത പുറത്തറിയുമോ എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയ ഭയപ്പെടുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ സോഷ്യൽ മീഡിയ വിഭാഗീയത ഉണ്ടാക്കുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. എന്തുതന്നെയായാലും ജൻസി തിരികൊളുത്തിയിരിക്കുന്നത് മറ്റൊരു മുല്ലപ്പൂ വിപ്ലവത്തിനാണ്. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഒരേ സമയം സ്വേച്ഛാധിപത്യത്തിനും ജനാധിപത്യത്തിനുമുള്ള മുന്നറിയിപ്പ്. നിങ്ങൾ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും.